അന്ന് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഇരുട്ട് വീണ വഴികളിലൂടെ മഗ്ദലക്കാരത്തി മറിയ ബന്ധപ്പെട്ട് നടന്നു. തങ്ങളുടെ ഗുരുവും പിതാവുമായ ക്രിസ്തുവിന്റെ കല്ലറയ്ക്കരികിലേക്ക് സുഗന്ധവർഗം അർപ്പിക്കാൻ. അവിടെ ചെന്ന് അവൾ സ്തംഭിച്ചുപോയി. കാരണം കല്ലറ വാതിൽക്കലെ കല്ല് ആരോ മാറ്റിയിരിക്കുന്നു. അവൾ ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് അറിയിച്ചു. ശിഷ്യന്മാർ വന്നു കണ്ടു വിശ്വസിച്ചു. അപ്പോഴും ആ അന്തരീക്ഷത്തിൽ മറിയയുടെ തേങ്ങൽ കേൾക്കാമായിരുന്നു. സൂര്യകിരണങ്ങൾ പതിയെ പതിയെ ഭൂമിയെ തൊട്ടുണർത്തുന്ന ആ പ്രഭാതത്തിൽ മറിയയുടെ പിറകിൽ നിന്നും ആരോ സംസാരിക്കുന്നത് അവൾ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. അവൻ ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? അവൻ തോട്ടക്കാരനെന്ന് കരുതി. മറിയ പറഞ്ഞു, ഞങ്ങളുടെ ഗുരുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ട് മഗ്ദലക്കാരത്തി മറിയോട് ചോദിക്കുന്നത്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? നമ്മളുടെ കരച്ചിലിനെ കുറെ കൂടി ഗൗരവമായി എടുക്കുന്ന ക്രിസ്തു ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാം. ഉത്ഥിതനായ ക്രിസ്തു ആശംസിക്കുന്ന ആ ഒരു സമാധാനമുണ്ടല്ലോ. സത്യമായും മശിഹ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു, തന്റെ ശത്രുക്കളെ ചിതറിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിൽ ക്രിസ്തു നൽകുന്ന ആ സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മരിയാത്രയിൽ നമുക്ക് പ്രയാണം ചെയ്യാം. എല്ലാവർക്കും ഉയർപ്പിന്റെ എല്ലാ ആശംസകളും. ദൈവം സമൃദ്ധിയായി നമ്മുടെ നാളുകളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.